ചെസ്സിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മണ്ടത്തരങ്ങളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇനിയും കൂടുതൽ മണ്ടത്തരങ്ങൾ കളിച്ച് നമുക്ക് എങ്ങനെ ജയിക്കാം അല്ലെങ്കിൽ തോൽക്കാമെന്ന് നോക്കാം. നമുക്ക് വെള്ളയാണ് ആദ്യം കിട്ടിയിരിക്കുന്നത്. വൈറ്റ് സൈഡ് വെച്ച് നമ്മൾ ആദ്യം തന്നെ വെട്ട് നമ്മുടെ വകയുണ്ടായി. അവൻ ക്യൂൻ വെച്ചെന്ന് കളിച്ചു. ക്യൂനെ എങ്ങനെ ഓട്ടിക്കണം? ഓടിക്കോ ക്യൂനെ ഓടിക്കോ, കണ്ടം വഴി ഓടിക്കോ. പുള്ളിക്കാരൻ ഓടും, കാരണം അവിടെ നിർന്നിട്ടുള്ള ഷോ കാണിക്കാനൊക്കത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, മണ്ടത്തരം വീഡിയോസ് കാണണമെങ്കിൽ, ചെസ്സുമായി ബന്ധപ്പെട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അറിയാത്ത നിങ്ങളുടെ ചെസ് ചങ്കന്മാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. ഓക്കെ, പുള്ളിക്കാരൻ മാറ്റി. മറ്റൊരു വഴിയില്ല, ഒന്നുകൂടെ പിടിച്ചോ. ഓട് നീ ഓട്. നിൻ്റെ 2-3 നീക്കോ വേസ്റ്റായി വെക്കുന്നത്. അടുത്ത് ഒന്നുകൂടെ ഓട്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല. എന്തായാലും നൈറ്റിനെ ഇറക്കി മുന്നോട്ടങ്ങ് ഇറക്കാം. അടുത്ത് നമുക്ക് കാസ്ലിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാസ്ലിംഗ് ചെയ്യാൻ വേണ്ടി പുള്ളിക്ക് അവിടെ ഒന്നും ചാണിക്കയില്ല. ഒന്നുകൂടെ ഓട്ടിച്ചേക്കാം. ക്യൂനെ വെറുതെ ഇടാൻ പരിപാടിയില്ല. ക്യൂനെ ഓട്ടിച്ചിട്ട് പിടിക്കാൻ നോക്കുകയാണ്. ക്യൂൻ വീണ്ടും ഓടുകയാണ്. ഓട്ടൽ. നമുക്ക് എന്തായാലും കാസ്ലിംഗ് ചെയ്യാൻ നോക്കാം ഈ ഒരു സമയത്ത്. അതാണ് ബെറ്റർ. ഇതിനകത്ത് മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. മണ്ടത്തരങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ കമൻ്റായിട്ട് അങ്ങോട്ട് അറിയിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെസ് പ്ലെയറേയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതായത് വേറെ. അടുത്ത ബിഷപ്പിനെ ഇറക്കി. ആ പ്രയോഗം എന്തിനാണെന്നൊരു പിടുത്തവും ഇല്ല. അവൻ മണ്ടത്തരം കാണിച്ചാണോ? ആ ബിഷപ്പിനെ അവിടെ ഇറക്കേണ്ട കാര്യമില്ലല്ലേ. എന്തായാലും നമ്മൾ എടുത്തു. പുള്ളിക്കൊരു പ്ലാൻ കാണും കേട്ടോ. മറ്റേ ക്യൂനെ കൊണ്ടുവന്ന് ഒരു ചെക്ക് വിളിക്കാനുള്ള പ്ലാൻ. പക്ഷെ ക്യൂനെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ചാലും അതെങ്ങനെ ശരിയാവും? ക്യൂൻ വന്ന് വിളിച്ചാൽ അങ്ങോട്ട് മാറ്റാം. അല്ലെങ്കിൽ ഇവന്മാരെ കൊണ്ട് വിളിച്ചു. അത് തന്നെ അവസ്ഥ. ക്യൂനെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ചു. നൈസിന് മാറ്റണോ അതോ നൈറ്റിനെ ഇറക്കാം? നൈറ്റിനെ ഇറക്കി വെച്ച് നോക്കി. അപ്പോൾ അവിടെ നിന്ന് ഓടിക്കോ, കാരണം നമ്മുടെ ബിഷപ്പ് പുള്ളിക്കാരനെ എടുക്കും. അവിടെ നിന്നാൽ അവിടെ എടുക്കും. ഓടുന്നതാണ് ക്യൂനെ സംബന്ധിച്ച് ഗുണമായ കാര്യം. ഓടുക്ക്. അല്ലാതെ വേറെ ഒരു പരിപാടി നടക്കത്തില്ല. നമ്മളെടുക്കാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം തേറിയിരിപ്പുണ്ട്. അതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അവിടുന്ന് ഓടുന്നേ ഉള്ളൂ പരിപാടി. നൈസിന് മാറി തന്നു. എന്തായാലും ഇത് മാറ്റാനൊക്കത്തില്ല, കാരണം ക്യൂനെ വന്ന് പോക്കും. അതുകൊണ്ടത് അവിടെ ഇരുന്നോട്ട്. വേറെ പരിപാടി എന്തുകൊണ്ട് ഇങ്ങോട്ട് നീക്കാം. പറ്റില്ല, അവനെ വിട്ടിട്ട് ചെക്ക് വിളിക്കാം. അതാണ് എൻ്റെ പ്ലാൻ. വലിയ പ്ലാനാണ് കേട്ടോ. നല്ല കിഡ് ആണ്. എന്തായിരിക്കും ആ പ്ലാൻ? നടക്കില്ല, കാരണം അവന്മാർ മണ്ടന്മാരല്ലല്ലോ. ഒരു രക്ഷയില്ലല്ലേ. ഇപ്പം എന്തോ ചെയ്യും? ബ്ലണ്ടർ കാണിച്ചല്ലോ. എന്തൊരു ചെയ്യും? കമൻറ്റ് ചെയ്യും, പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. എന്തൊരു ചെയ്യും? ഇത്രയേ ഉള്ളൂ. ഒരു ചെക്ക് വിളിക്കും, ഒരു കാര്യമില്ല. ഇതിപ്പോൾ കൊണ്ടങ്ങ് അടക്കി അവിടെ നിന്നിട്ട് ഓട്ടിക്കും. അടച്ച് അവിടെ നിന്ന് ഓടുക. ഓട്ടൽ. ഓടി. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത സ്റ്റെപ്പ് എന്തുവാണെന്ന് വെച്ചാൽ ഇവനെ അങ്ങ് പൊക്കാം. അവൻ പൊക്കി മണ്ടന. യെസ്. നെക്സ്റ്റ്
യെസ്, അതേ ഉള്ളൂ വഴി. എന്തായാലും എന്നെ വെട്ടാക്കത്തില്ല. അടുത്തൊരു ചെക്ക് കൊണ്ട് വിളിക്കാം. ചെക്ക് വലിയിടാം മനസ്സേ. അപ്പോഴത്തേനായിട്ട് ക്യൂനെ അങ്ങ് പൊക്കാം. ക്യൂനെ പൊക്കാം, വലിയ നല്ലത്. യെസ്, അപ്പം അവൻ രാജാവിനെ മാറ്റും, നമ്മൾ അവൻ്റെ ക്യൂനെ എടുക്കും. എന്ത് റൺസ്! അവൻ നമ്മളെ എടുത്തോ, കുഴപ്പമില്ല. നമ്മുടെ കുതിര ചുമ്മാ ഇരിക്കില്ലല്ലോ. കുതിര കൊണ്ട് ക്യൂനെ, അയ്യോ മണ്ടത്തരം കാണിച്ച് എൻ്റെ ക്യൂനിപ്പോൾ പോവും. അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ ക്യൂൻ പോയി, പോയി, വീണ്ടും പോയി. അയ്യോ അത് മണ്ടത്തരമായി പോയല്ലേ. ഞാനത് കണ്ട ബ്ലണ്ടറിലൂടെ ആശാനാണ് നമ്മൾ. ബ്ലണ്ടർ വീണ്ടും 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 ബ്ലണ്ടർ വന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് മൂവ്. ഇനി എന്താണ് അടുത്ത പരിപാടി? ഓക്കെ, അപ്പം ചാനൽ വീണ്ടും വീണ്ടും പറയാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് സബ്സ്ക്രൈബാണ് മുഖ്യം. ബിഗിലേ ഇവിടുത്തെ ചെക്ക് വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. അവന്മാർ കളിക്കട്ടെ, അടുത്ത മൂവ് കാണിച്ചു കൊടുക്കാം. ഇനി നല്ലൊരു കളി കളിക്കണമല്ലേ. കൂല കളിക്കാം, തിരിച്ചൊരു പണി കൊടുക്കാം. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല. കാരണം മണ്ടത്തരങ്ങൾ മൊത്തവും കാണിച്ച് ഉള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. യെസ്, പുള്ളി പക്ഷെ ഭയങ്കര ബുദ്ധിമാനാട്ടോ. നീ ബാ മോനെ ദിനേശ, നിനക്കുള്ള പരിപ്പ് വടയും ചായയും ഞാൻ തരുന്നുണ്ട്. ആ കുതിര അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു ചെക്ക് വിളിക്കായിരുന്നു. കുതിരയെടുത്ത് മാറ്റി ബേബി. അവൻ മണ്ടനല്ലല്ലോ കുതിരയെടുത്ത് മാറ്റാൻ. അല്ലെങ്കിൽ നമുക്ക് വേറെ ചെക്ക് വിളിക്കാം. നൈസ് ചെക്ക്. ചെക്ക് ബേബി, അയ്യോ മണ്ടം മാറ്റി. വീണ്ടും ഒരു ചെക്ക് വിളിച്ചാലോ? വേണ്ട, എന്തിനാ നമ്മളൊക്കെയുള്ള സാമാനങ്ങൾ കൊണ്ട് കളയുന്നത്? ഇവിടെ കളിയൊന്നും ഇല്ല എനിക്ക്. ഞാൻ എന്താ കളിക്കാന്? ഇതുകൊണ്ട് ഇവിടെ ഇറക്കിയാലോ? ചെക്ക്. ഇത് വെട്ടും അങ്ങോട്ട് വിറ്റാം. എന്താ പ്ലാനിങ്! അടുത്ത ബ്ലണ്ടർ. കാണുക. ചെക്ക്. യെസ്, വെട്ടിയിരിക്കുന്നു. ആളെ വെച്ചൊരു ഉദാഗമ. പുള്ളി ഈ തേരിനെ കൊണ്ട് ഇവിടെ വെക്കുമായിരിക്കും. അതാവാനാണ് സാധ്യത. രാമലീല രാമ. ഇപ്പൊ ഏകദേശം അവർക്ക് നൈറ്റ്. പേടിപ്പിക്കാതെ ഒന്നുമില്ല കൂടെ. തോൽവി മണക്കുന്നില്ല, തോൽവി മണക്കും. ചെക്ക്. ഒന്നുകൂടെ മണ്ട സിറോമണി. മേലോട്ട് കയറാം. യെസ് ബേബി. നമുക്ക് ഇവിടെ കളിക്കാം. ഇപ്പം ആധിപത്യം ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിലാണ്. ഏകദേശം കളിയുടെ
80% നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മണ്ടത്തരങ്ങൾ മാത്രം കളിച്ചെങ്ങനെ ജയിക്കാം എന്നതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ പ്രത്യേകത. അപ്പോൾ വീഡിയോ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, അവൻ ലോകമണ്ടനായതുകൊണ്ടും അങ്ങനെ നമ്മൾ വിജയിച്ചിരിക്കുന്നു കുട്ടികളെ, വിജയിച്ചിരിക്കുന്നു. ചെക്ക്മേറ്റ് അടിക്കാൻ പോകുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടിപൊളി വീഡിയോസ് വരും. മണ്ടത്തരങ്ങൾ മാത്രം കൊണ്ട് എങ്ങനെ ചെസ് ജയിക്കാം. ജയിച്ചു. അയ്യോ, അവിടെ എന്തോ സംഭവിച്ചേ? ആരാ അത്? ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചേ? അതെന്താ അവിടെ ജയിക്കാതിരുന്നേ? എന്തായാലും എണ്ണം കുറച്ചേക്കാം. അയ്യോ, കണ്ടോ മണ്ടത്തരം കാണിക്കണ്ടോ? അവിടെ ആ മൂവ്മെന്റ് അല്ലായിരുന്നു. അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ ചെയ്യരുതായിരുന്നു. അപ്പൊ ഞാൻ ഇനി ഇത് ഇങ്ങോട്ട് കളിച്ചാ അവൻ അത് ഇങ്ങോട്ട് ചാടും. പിന്നെ ഇങ്ങനെയൊക്കെ പോകും. അപ്പൊ അത് ഒഴിവാക്കണം. പക്ഷെ ഇപ്പൊ എങ്ങനെ ഒഴിവാക്കും? ഇതുകൊണ്ട് ഇവിടെ ഇറക്കിയാലോ? ഡാർക്ക് തീമാണല്ലേ. ഇതെല്ലാം തേരിനെ അങ്ങ് എടുക്കാം, സമയം കിടക്കൂല്ലേ. യെസ്. അയ്യോ, പുള്ളിക്കാരൻ വന്ന് ഇറച്ചി കയറി വന്നു. ഇങ്ങോട്ടങ്ങനെ എടുത്തു. ഇങ്ങോട്ടൊന്നും വെക്കത്തില്ല. മനസ്സേ കളി മോനെ. ഇവെന്തു ഇവിടെ കളിക്കുന്നേ? ഇവിടെ ഒന്നും എടുത്തിട്ടൊന്നും കാര്യമില്ല. ഈ വെണ്ടയ്ക്ക മോറിന്റെ കാര്യം നമുക്ക് ചെക്ക്. യെസ് ബേബി, ജയിച്ചു ബേബി. അതെനിക്ക് അപ്രതീക്ഷിതമായിരുന്നു. ഒരു മണ്ടത്തരം കാണിച്ചപ്പോൾ ജയിച്ചത്. നമ്മൾ 3 ബ്ലണ്ടറാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. 3 ബ്ലണ്ടർ. നമുക്ക് ഗെയിം റിവ്യൂ ഒന്ന് എടുത്തു നോക്കാം. ഗെയിം റിവ്യൂ എന്ന് പറയുമ്പം ഭയങ്കര താമസോടെ നെറ്റ് സ്ലോ ആയതുകൊണ്ട് 3 ബ്ലണ്ടർ കാണിച്ചിട്ടുണ്ട് ഞാൻ.